Hi friends, welcome to my venue. അപ്പോൾ ക്രിസ്മസിന്റെ കളക്ഷൻസ് എന്താ പറയുക, ഒരുവിധം ഒരുപാട് നല്ല കളക്ഷൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചെയ്തതിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ചെയ്തതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരെണ്ണാണ് ഞാനിപ്പോൾ വീഡിയോ ഇട്ടേക്കുന്നത്. അതിനകത്ത് നമ്മൾ നെക്ക് എപ്പോഴും ബോട്ട് നെക്ക് വിത്ത് വി കട്ടിങ്ങാണ് ചെയ്തേക്കുന്നത്. ക്ലോസ് ആയിട്ടുള്ള ഒരു നെക്ക് കൊടുത്തിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊരു വി ഇവിടെ വരയ്ക്കും ഒരു കട്ടിങ് കൊടുത്ത് അടിപൊളിയായിട്ടോ ഇതിനകത്ത് കൊടുത്തേക്കുന്ന ഹാൻഡ് വർക്കാണ്. ഒരു ലൈൻസ് പോലെ വരുന്ന പേഴ്സും സെറിഗോണ്ടും ഒക്കെ ഉള്ള അടിപൊളി ഹാൻഡ് വർക്കാണ്. അത് നിങ്ങൾക്ക് ക്ലിയർ ആണോ എന്ന് എനിക്കറിയില്ല. എന്നിട്ട് നമ്മളൊരു ഫ്രോക്ക് സ്റ്റൈലിലോട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ക്രിസ്മസിന് ഒരു ഫ്രോക്കായിട്ട് വേറെ ഉണ്ടെന്നുള്ളവർക്ക് ഇത് അടിപൊളിയാണ്. ഇതുപോലെ എൻഡിലോട്ട് ഇതേപോലെ നല്ല ഫ്ലെയറിലോട്ടൊക്കെ കൊടുത്തിട്ട് ഇതിന്റെ കളറാണ് ഞാൻ പറഞ്ഞില്ല. എപ്പോഴും നമുക്കിപ്പം സീസൺ വരുമ്പോൾ നമുക്ക് ജോർജറ്റ് കിട്ടുന്ന ചിലപ്പോൾ റെഡിഷ് മെറൂണിലേക്ക് പോകും, ചിലപ്പോൾ ഓവർ റെഡിലേക്ക് പോകും. നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചത് കൊണ്ട് മാത്രം നമുക്ക് ഈ ഒരു കളർ അത്ര ബ്യൂട്ടിഫുൾ ആണ്. ഈ ഒരു മെറൂണിന്റെ ഷെയ്ഡ് എന്തുകൊണ്ടോ മറ്റ് കിട്ടുന്ന ജോർജറ്റിനേക്കാൾ എനിക്ക് അത്രയും ഭംഗിയായിട്ട് തോന്നിയിട്ട് നല്ല അടിപൊളി നെക്കാണ് വരുന്നത്. നമ്മളിപ്പോൾ ഇങ്ങനെ മൂവ് ആകുമ്പോഴായിരിക്കും അതിൻ്റെ ആ ഷൈനിങ് വരുന്നത്. അത് ശരിക്കും കിട്ടാത്തതുകൊണ്ട് ഞാൻ പല സ്ഥലത്ത് നിന്നിട്ട് നമുക്ക് വീഡിയോ എടുത്ത് നോക്കി എന്താ പറയുക, അത്ര ബ്യൂട്ടിഫുൾ ആണ്. ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിനകത്തോട്ട് ഈ ഒരു പേൾസ് വെച്ച് ഈ ഒരു വർക്ക് ചെയ്തേക്കുന്നതാണ്. ഇത് കണ്ടോ, പേൾസ് വെച്ചിട്ട് ഫുള്ളി പേൾ വർക്കാണ്. കാണാൻ തന്നെ എന്ത് ഭംഗിയാന്ന് അറിയാം. ആ പേൾസ് ഓരോന്നും ലൈൻസ് പോലെ കൊടുത്തിട്ട് ഇതുപോലെ ഒരു ഡിസൈനിലേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അടിപൊളി ഹാൻഡ് വർക്കാണ് കൊടുത്തേക്കുന്നത്. അപ്പം ഈ ഒരു പാറ്റേണിലൊക്കെ ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്കിത് റെഡി പീസ് കുറച്ചുണ്ട്, അധികം ഡിലേ വരില്ല. എന്തായാലും നമ്മൾ ഇനിയിപ്പം ക്രിസ്മസിന് മുമ്പ് അധികം ഒരു 10 ഡേയ്സും കൊണ്ടുള്ള ഡെലിവറി നമ്മൾ അത് മാക്സിമം നോക്കുന്നത്. അതിനകത്ത് പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, എല്ലാവർക്കും സെലിബ്രേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിന് മാക്സിമം ഞാൻ ട്രൈ. ഇതിന്റെ യോക്കിൽ നമുക്ക് ക്രിസ്മസിന്റെ തീമായിട്ട് നമ്മൾ റെഡ് വിത്ത് ഈ ഒരു വൈറ്റ് പേൾസും ബീഡ്സും ആയിട്ടുള്ള വർക്കാണ് കൊടുത്തേക്കുന്നത്. റെഡിലോട്ട് ആ ഒരു കോമ്പിനേഷൻ ഇപ്പൊ അടിപൊളിയാണ്. ഇതിന്റെ നമ്മൾ ഈ ഒരു റെഡ് യോക്കുള്ള ഒത്തിരി പേര് എൻക്വയറി ചെയ്ത ഒരു പീസാണ്. റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി അതിന്റെ ഹാൻഡ് വർക്ക് നമുക്ക് ടൈം എടുക്കുന്നതുകൊണ്ട് ഇപ്പം ഈ ഒരു കളറിലോട്ട് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ചോദിച്ച പീസും ഞാൻ കാണിച്ചു തരാം. ആ ഒരു ഷേപ്പ് നമ്മളിതാ ഇത് ഈ ഒരു ഷേപ്പ്, ഇതിപ്പോ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഒരു കട്ടിങ് കൊടുത്തിട്ട് ബോട്ടിനൊക്കെ വിത്ത് ഈ ഒരു കട്ടിങ്. ഇതിനകത്തോട്ട് വന്നേക്കുന്നത് കുറച്ച് കേർവ് ആയിട്ടുള്ള ഒരു ഷേപ്പാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അതിന് പൈപ്പിംഗ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 നെക്ക് പാറ്റേൺസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതേപോലെ അടുത്ത നെക്ക് പാറ്റേൺ വരുന്നത്, ഇതിന്റെ ഞാൻ ഫോട്ടോ വേറെ കളറിലോട്ട്, അതായത് നമ്മൾ ലോക്കലെ കളർ റെഡ് മാത്രം വരുന്നതുണ്ട്. ഇതിന്റെ ഷേപ്പ് വരുന്നത് ഇതാണ്. ഇതുപോലെ ബോട്ട് നെക്ക് വിത്ത് ഇങ്ങോട്ട് ചെറിയൊരു കേർവ് ആയിട്ട് ഇവിടെ എൻഡിലോട്ട് ഒരു പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പൈപ്പിംഗ് വരെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇതുപോലെ ഇതിന്റെ ആ യോക്കിന്റെ എൻഡിലോട്ട് നമ്മൾ ആ പൈപ്പിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. യോക്കിന്റെ ഷേപ്പ് ഇത് സ്ട്രെയിറ്റ് ആയിട്ട് ഇത് മുമ്പ് കൊടുത്തേക്കുന്ന ഒരു പാറ്റേൺ ഒക്കെ ഉണ്ടോ. ഇതുപോലെ നല്ല വൈറ്റും എന്താ പറയുക റെഡും ബീഡ്സ് ഒക്കെ വെച്ചിട്ട് എന്ത് ഭംഗിയാണെന്നറിയാം. അതിനകത്ത് വർക്ക് കാണും. എന്ത് കണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള ചെറിയ ഭയങ്കര ഭംഗിയുള്ളവർ കാണുന്നില്ലായിരുന്നു. ഇതുപോലെയാണ് അതിന്റെ വർക്ക് വരുന്നത്. കണ്ടോ, ഇതുപോലെയാണ് അതിന്റെ വർക്ക് വരുന്നത്. ആ വർക്ക് അത്ര ക്ലിയർ അല്ലായിരുന്നു വീഡിയോയിൽ. ഇതാണ് അതിന്റെ വർക്ക്. ഇതാണ് അതിന്റെ യോക്ക്. കണ്ടോ, ആ ഷൈനിങ് കണ്ടോ, നമുക്ക് ആ ഒരു മിറർ വർക്ക് കണ്ടോ. അപ്പം ഈ ഒരു റെഡിന്റെ പാറ്റേൺ ഇതേപോലെ ആയിട്ടോ കണ്ട. ആ മിറർ വർക്ക് ശരിക്കും നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് വി വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഷേപ്പിലോട്ട് ഈ ഒരു മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിന്റെ ഇത് കണ്ടോ, ആ ഫുള്ളി ഒരു പ്യുവർ ജോർജറ്റ് ഫാബ്രിക്കിലോട്ടുള്ള മിറർ വർക്കാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പം ഇത് വന്നിട്ട് സാറ്റിൻ ഓർഗൻസ ഫാബ്രിക് ആണ്. അതാണ് അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ആ ഷൈനിങ് കണ്ടോ നിങ്ങൾ, ശരിക്കും നല്ല ഭംഗിയാണ്. ഫംഗ്ഷൻ വേറെ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ ഭയങ്കര ഫ്ലോയി ആയിട്ടുള്ള ഫാബ്രിക് ആണ്. കണ്ടോ, ഞാൻ ശരിക്കും ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് എത്ര ഭംഗിയാണ് അതിന്റെ ഫാബ്രിക് കാണാനായിട്ട്. അപ്പം ഈ ഒരു പാറ്റേൺ. അപ്പം ഇന്നിപ്പം ഞാൻ ഇത്രയും 4 കാണിക്കുന്നുള്ളൂ. അപ്പം ഇതിന്റെ എല്ലാ സൈസും അവൈലബിൾ ആണ്. നമുക്ക് അത്ര ഡിലേ ഇല്ലാതെ 10 വർക്കിംഗ് ഡേയ്സിന്റെ അകത്ത് നമ്മളിത് ഡെസ്പാച്ച് ചെയ്യുന്നതായിരിക്കും. 10 ആവില്ല കേട്ടോ, കാരണം ടൈം ഇല്ലല്ലോ. അപ്പോൾ അതിനകത്ത് ഡെസ്പാച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു. അപ്പം ഞാൻ ഓരോ ഡിസൈൻസും ഒന്നും കൂടെ കാണിച്ചു തരാം. ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ഡിസൈൻ, അടിപൊളി ഈ ഒരു ഡിസൈൻ. സെക്കൻഡ് വൺ വന്നിട്ട് ഈ ഒരു ഡിസൈൻ, ആൻഡ് തേർഡ് വൺ വന്നിട്ട് ഈ ഒരു ഡിസൈൻ. ഓക്കെ.